ഒരു ചിത്രം കാണിച്ചു തുടങ്ങാം. ഇത് 2024 ജൂലൈയിൽ ഒരു ജർമ്മൻ പാർട്ടി അവരുടെ ഇലക്ഷൻ ക്യാമ്പയിന്റെ പോസ്റ്ററായി ഉപയോഗിച്ച ഒരു ചിത്രമാണ്. അതിൽ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം വി പ്രൊട്ടക്ട് യുവർ ചിൽഡ്രൻ, അതായത് ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കും എന്നാണ്. ഇതൊരു സാധാരണ ചിത്രമല്ലേ, എന്താണ് ഇതിന്റെ കുഴപ്പം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇത് AfD അഥവാ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന പാർട്ടിയുടെ പോസ്റ്ററാണ്. തീവ്ര വലതുപക്ഷ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് AfD. ഇനി വേറൊരു ചിത്രം കാണിക്കാം. ജർമ്മനിയിൽ നാസികൾ കാണിച്ചിരുന്ന നാസി സല്യൂട്ട് അല്ലെങ്കിൽ ഹിറ്റ്ലർ സല്യൂട്ട് കാണിച്ച് ഹിറ്റ്ലർ നിൽക്കുന്ന ഒരു പിക്കാണിത്. ഇനി ആ പഴയ ചിത്രം ഒന്നുകൂടി നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം കത്തിയിട്ടുണ്ടാകും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഹിറ്റ്ലർ സല്യൂട്ടിനെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, എന്നാൽ അതേസമയം നിയമക്കുരുക്കിൽ പെടാത്ത രീതിയിൽ AfD ഉപയോഗിച്ച ഒരു ചിത്രമാണിത്. ജർമ്മനിയിൽ ഹിറ്റ്ലർ സല്യൂട്ടും മറ്റ് നാസി സിംബലുകളും ഉപയോഗിക്കുന്നത് ശിക്ഷ കിട്ടുന്ന കുറ്റമാണ്. ഇതുപോലെ ഞങ്ങൾ നാസി ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്ന രീതിയിൽ കോൺട്രോവേഴ്സി സൃഷ്ടിച്ച മറ്റ് സംഭവങ്ങളും AfDയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും സംഭവിക്കരുത് എന്ന് ചിന്തിച്ച് ഒരുപാട് പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് ജർമ്മനി. പക്ഷേ ഇക്കഴിഞ്ഞ ജൂണിൽ നടന്ന യൂറോപ്യൻ പാർലമെന്റ് ഇലക്ഷനിൽ 16% വോട്ടോടുകൂടി AfD രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. സെപ്റ്റംബറിൽ തുറിഞ്ചിയ എന്ന സ്റ്റേറ്റിൽ നടന്ന ഇലക്ഷനിൽ 33% വോട്ടോടുകൂടി അവർ അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിയായി മാറി. അടുത്ത് നടക്കാൻ പോകുന്ന ജർമ്മൻ ഫെഡറൽ ഇലക്ഷനിലും അവർക്ക് നല്ലൊരു ശതമാനം വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 2021 ജാനുവരി 6 അമേരിക്കയിൽ നടന്ന ഈ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അന്നത്തെ പ്രസിഡന്റായ ട്രംപ് ഇലക്ഷനിൽ തോറ്റിട്ടും അത് സമ്മതിക്കാതെ തന്റെ അനുയായികളെ പ്രകോപിപ്പിച്ചതിന്റെ റിസൾട്ടായി അവർ US ക്യാപിറ്റോളിന് നേരെ നടത്തിയ ആക്രമണമാണിത്. പക്ഷെ 4 വർഷത്തിനിപ്പുറം വീണ്ടും ട്രംപ് വിജയിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ BJPയുടെ നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി. ഓസ്ട്രിയ, ഇറ്റലി, ഹംഗറി, നെതർലൻഡ്സ്, ഫിൻലൻഡ്, സ്വീഡൻ, അർജന്റീന, ഇസ്രായേൽ അങ്ങനെ ഇന്ന് പല രാജ്യങ്ങളിലും ഒന്നുകിൽ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളുമായി ചേർന്നോ ഭരിക്കുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കാം ഇന്ത്യയടക്കം പല രാജ്യങ്ങളിലും ഭൂരിപക്ഷം തീവ്ര വലതുപക്ഷ നേതാക്കളെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം? നമുക്ക് ഓരോന്നായി നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വ്യൂവേഴ്സിന് വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യം പറയാം. ഇന്നത്തെ ഫാസ്റ്റ് പേസ്ഡ് ആയ ലോകത്ത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ദിനം പ്രതി മാറുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് സ്ട്രാറ്റജികളെ കുറിച്ചും അലയൻസസിനെ കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ ചിന്താരീതി തന്നെ അത് മാറ്റുകയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങൾക്കറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത ഒന്നുണ്ട്. ഇതിലൊക്കെ വിജയിക്കുന്നത് ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് പ്രാക്ടീസസിന്റെ കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ളവരാണ്. ഇതൊക്കെ ജോബ് മാർക്കറ്റിലും ബാധകമാണ്. ഇപ്പോൾ എല്ലാവർക്കും വേണ്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കിൽ സെറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ആണ്. AI സമർത്ഥമായി ഉപയോഗിക്കാൻ അറിയാത്തവരൊക്കെ വർക്ക് ഫോഴ്സിൽ നിന്നും റീപ്ലേസ് ചെയ്യപ്പെടും. അതിൽ പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ 3 മണിക്കൂറുള്ള ഹാൻഡ്സ് ഓൺ AI ട്രെയിനിങ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. യൂഷ്വലി ഇതൊരു പെയ്ഡ് കോഴ്സാണ്, പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ 1500 ഓഡിയൻസിന് ഇത് ഫ്രീ ആണ്. ഈ ട്രെയിനിങ്ങിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രെയിനിങ്ങിലൂടെ 20-ലധികം AI ടൂൾസും ChatGPT ഹാക്സും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഇതിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ജോലി തിരയാനും എക്സൽ ഷീറ്റിലെ കോംപ്ലക്സ് ഡാറ്റ സോർട്ട് ചെയ്യാനും യൂണീക്ക് ആയിട്ടുള്ള പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ബിസിനസ് സ്ട്രാറ്റജീസ് ഫ്രെയിം ചെയ്യാനും പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും ഒക്കെ കഴിയും. നിങ്ങളുടെ ഫീൽഡ് ടെക്കോ നോൺ ടെക്കോ ആകട്ടെ, അല്ലെങ്കിൽ സെയിൽസ്, HR, കമ്പനിയുടെ ഫൗണ്ടർ, അതുമല്ലെങ്കിൽ ഫ്രീലാൻസർ, അങ്ങനെ എല്ലാവർക്കും ഈ ട്രെയിനിങ് യൂസ്ഫുൾ ആയിരിക്കും. ഇതിനോടകം 10 ലക്ഷത്തിലധികം ആളുകൾ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അത് അവരുടെ കരിയറിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ട്രെയിനിങ്ങിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫോം ഫിൽ ചെയ്ത് ഗ്രോത്ത് സ്കൂളിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ. അവരുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇന്ന് തീവ്ര വലതുപക്ഷം ഉയർന്നു വരാനുള്ള ഒരു പ്രധാന കാരണം വലതുപക്ഷം അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടീസ് കൂടുതൽ സെൻട്രിസ്റ്റ് അല്ലെങ്കിൽ ലിബറൽ നയങ്ങളിലേക്ക് മാറുന്നതാണ്. ഇത് നമുക്ക് തിരിച്ചും ചിന്തിക്കാം. അതായത് കൺസർവേറ്റീവ് പാർട്ടികൾ അവരുടെ പോളിസികളിൽ റൈറ്റ് വിംഗ് ഐഡിയോളജികളെ ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം തീവ്ര വലതുപക്ഷക്കാർക്ക് സമൂഹത്തിൽ വലിയ റോൾ ഇല്ലാതാകും. വലതുപക്ഷം അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. സമൂഹത്തിൽ എപ്പോഴും തീവ്ര ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകും. എന്നാൽ വലതുപക്ഷം ശക്തമായി നിൽക്കുന്നിടത്തോളം അവർക്ക് സമൂഹത്തിൽ വലിയ റോൾ ഉണ്ടാകില്ല. ഇതിനൊരു ഉദാഹരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് പോലുള്ള ഒരു പാർട്ടി ഇല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് സ്വഭാവമുള്ള പാർട്ടികൾക്ക് കേരളത്തിൽ കൂടുതൽ രാഷ്ട്രീയപരമായി വിജയിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് മറ്റൊരു നല്ല ഉദാഹരണം ജർമ്മനി തന്നെയാണ്. ആംഗല മെർക്കലിന്റെ പാർട്ടി ശരിക്കും ഒരു കൺസർവേറ്റീവ് പാർട്ടിയാണ്. എന്നാൽ 2015 അഭയാർത്ഥി പ്രശ്നത്തിൽ അവർ സ്വീകരിച്ച നയം ഒരു ലിബറൽ ഡെമോക്രസിയുടേതാണ്. 10 ലക്ഷത്തിലധികം അഭയാർത്ഥികളെ മെർക്കലിന്റെ ജർമ്മനി തുറന്ന കൈയോടെ സ്വീകരിച്ചു. അപ്പോൾ മനുഷ്യത്വപരമായി അവർ ചെയ്യേണ്ടിയിരുന്ന കാര്യവും അതാണ്. എന്നാൽ വലതുപക്ഷ പാർട്ടിയുടെ ആ ഒരു ലിബറൽ നയമാണ് പിന്നീടുള്ള തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ വളർച്ചയ്ക്ക് കാരണമായതെന്ന് പറയാം. തീവ്ര വലതുപക്ഷം ഇപ്പോൾ ഉയർന്നു വരാനുള്ള മറ്റൊരു കാരണം ആളുകൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നം മാന്യമായി ഉന്നയിക്കുമ്പോൾ അവരെ ഉടനെ സ്റ്റാമ്പ് അടിച്ച് ഒരു പ്രത്യേക കാറ്റഗറിയിൽ ആക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരാൾ ഇസ്ലാമിലെ അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. എന്നാൽ അതിന്റെ വാദങ്ങൾ കേൾക്കുക പോലും ചെയ്യാതെ നിങ്ങൾ ഉടനെ തന്നെ അയാൾ ഒരു സംഖ്യയായി മുദ്രകുത്തുന്നു. അപ്പൊ ഈ സംഖ്യവിളി കേൾക്കാനുള്ള പേടിയും മടിയും കാരണം ആ പ്രശ്നം ഭൂരിഭാഗം പേരും ചർച്ച ചെയ്യാൻ മടിക്കുന്നു. എന്നാൽ തീവ്ര വലതുപക്ഷക്കാർ, അതായത് ആ സംഖ്യവിളി ശരിക്കും അർഹിക്കുന്നവർ, ആ പ്രശ്നത്തെ ഒരു പേടിയുമില്ലാതെ അഡ്രസ് ചെയ്യുന്നു. അവർ പറയുന്ന മറ്റു പല കാര്യങ്ങളും അസംബന്ധമാണെങ്കിലും ഈ ഒരു സംഭവത്തെ ധൈര്യത്തോടെ അഡ്രസ് ചെയ്യാൻ അവർ മാത്രമേ ഉള്ളൂ എന്ന കാരണത്താൽ വലതുപക്ഷത്തുള്ളവരും എന്തിന് ലിബറൽ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും തീവ്ര വലതുപക്ഷക്കാരെ സപ്പോർട്ട് ചെയ്തു തുടങ്ങുന്നു. അടുത്ത കാരണം സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ തീവ്ര വലതുപക്ഷക്കാർക്ക് അവരുടെ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ, അതായത് ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ
സ്പ്രെഡ് ചെയ്യുന്നതിൽ വിജയിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ്. ഇന്ത്യയിൽ ഒരു അടിസ്ഥാനവുമില്ലാതെ മുസ്ലിംസിനെ ടാർഗറ്റ് ചെയ്യുന്ന വാട്സ്ആപ്പ് ഫോർവേഡ് മെസ്സേജുകൾ നിങ്ങളും കണ്ടിട്ടുണ്ടാകും. ഭൂരിപക്ഷം ആളുകളും ഇതിന്റെ റിയാലിറ്റി ചെക്ക് ചെയ്യാനൊന്നും പോകില്ല. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പോലുള്ള ആപ്പുകളിലൂടെ ഫാർ റൈറ്റ് പാർട്ടികൾക്ക് ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ എഫക്റ്റീവായി ചെയ്യാൻ കഴിയുന്നത് ആളുകളിൽ ഒരു വിഭാഗത്തിനെതിരെ പേടിയും വെറുപ്പും കൂട്ടാനും അതിലൂടെ അവരുടെ സപ്പോർട്ട് ബേസ് കൂട്ടാനും കഴിയുന്നുണ്ട്. അടുത്ത കാരണം തീവ്ര വലതുപക്ഷ നേതാക്കൾ ഫേക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നതിൽ ഒരു മടിയും കാണിക്കാറില്ല എന്നതാണ്. അവർ ആ വാഗ്ദാനങ്ങൾ ഒരു കൂസലുമില്ലാതെ നടത്തുമ്പോൾ ആരെയും പേടിക്കാത്ത ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് അവരെന്ന് ഭൂരിപക്ഷം തെറ്റിദ്ധരിക്കും. പിന്നീട് ആ നടക്കാത്ത വാഗ്ദാനങ്ങളെ പ്രതിപക്ഷം കൂടെ കൂടെ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ എല്ലാവരും അത് പതുക്കെ മറക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് 2014 ഇലക്ഷനിൽ BJPയുടെ ഒരു പ്രധാന വാഗ്ദാനമായിരുന്നു ജയിച്ചാൽ 100 ദിവസത്തിനുള്ളിൽ വിദേശത്തുള്ള എല്ലാ കള്ളപ്പണവും തിരിച്ചു കൊണ്ടുവരുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല. അതുപോലെ ട്രംപിന്റെ ഒരു വാദമായിരുന്നു US മെക്സിക്കൻ അതിർത്തിയിൽ ഒരു വലിയ മതിൽ കെട്ടുമെന്നത്. അതിന്റെ ചെലവ് വഹിക്കുന്നത് മെക്സിക്കോ ആയിരിക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ കുറച്ച് മതിൽ കെട്ടിയെങ്കിലും മെക്സിക്കോയുടെ അടുത്ത് നിന്ന് അതിന് ഒരു ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷനും ഉണ്ടായിട്ടില്ല. അടുത്ത കാരണം തീവ്ര വലതുപക്ഷ പാർട്ടികൾ പാരമ്പര്യ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും കൾച്ചറലി ആൻഡ് സോഷ്യലി പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങളെ തടയുമെന്നും വാഗ്ദാനം ചെയ്യും. ഉദാഹരണത്തിന് അമേരിക്കയിൽ ഡെമോക്രാറ്റ്സ് LGBTQ+ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻസിന്റെ ട്രഡീഷണൽ ക്രിസ്ത്യൻ വാല്യൂവിനെ തകർക്കാനാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഫാർ റൈറ്റിന്റെ LGBTQ+ റൈറ്റ്സിനെതിരെയുള്ള നയങ്ങൾ, അബോർഷനെതിരെയുള്ള നയങ്ങളൊക്കെ ഈ ഭൂരിപക്ഷത്തിന് ഇഷ്ടമാകും. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാരണം പ്രോപ്പർ ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ ജനങ്ങൾക്കില്ല എന്നതാണ്. ഇന്ത്യയുടെ കാര്യമെടുത്താൽ പ്രതിപക്ഷത്തിന്റെ രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായി താഴെത്തട്ടിൽ നിന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഉയർന്നു വന്ന ഒരു നേതാവല്ല. മറിച്ച് കോൺഗ്രസ് പാർട്ടി ഇതാണ് നിങ്ങൾക്കുള്ള ഏക ഓപ്ഷൻ എന്ന രീതിയിൽ അടിച്ചേൽപ്പിച്ചതാണ്. അടുത്ത പ്രധാനപ്പെട്ട കാരണം മിഡിൽ ക്ലാസിന്റെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതിൽ മറ്റു പാർട്ടികൾ പലപ്പോഴും പരാജയപ്പെടുന്നു എന്നതാണ്. അതായത് ഗ്ലോബൽ വാർമിംഗ് ഒരു പ്രശ്നമാണ്, അത് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സാധനങ്ങൾക്ക് ഈ വർഷം ഡബിൾ ചെലവാകുന്നുണ്ട് എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ജനങ്ങൾ അപ്പോ ഫേസ് ചെയ്യുന്ന ദൈനംദിന പ്രശ്നങ്ങൾ ശരിക്കും അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷത്തിന്റെ ഭാഗത്തേക്ക് ജനങ്ങൾ ചായും. അതിനൊപ്പം കോവിഡ്, ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്ട്, അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം ഇൻസ്റ്റെബിലിറ്റി കൂടിയ ഒരു സമയത്ത് സ്ട്രോങ് ആൻഡ് ഡിസിസീവായി സ്വയം പ്രസന്റ് ചെയ്യുന്ന, മണ്ടത്തരമാണെങ്കിലും കോംപ്ലക്സ് പ്രശ്നങ്ങൾക്ക് സിമ്പിൾ സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുന്ന, തങ്ങളിൽ നിന്ന് വ്യത്യസ്തരായ ജനതയുടെ കുടിയേറ്റത്തെ എതിർക്കുന്ന ലീഡേഴ്സിനെ ഭൂരിപക്ഷം സപ്പോർട്ട് ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ വെസ്റ്റിൽ തീവ്ര വലതുപക്ഷം ഉയർന്നു വരാനുള്ള ഒരു പ്രധാന കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മാസ് ആയിട്ടുള്ള കുടിയേറ്റമാണ്. ഇത് ജനങ്ങളിൽ ഒരു കൾച്ചറൽ ആങ്സൈറ്റിക്ക് കാരണമാകും. ഉദാഹരണത്തിന് ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള തങ്ങളിൽ നിന്ന് വ്യത്യസ്തരായ ജനങ്ങളുടെ കുടിയേറ്റം ജർമ്മൻസിൽ ഈ ഒരു കൾച്ചറൽ ആങ്സൈറ്റി സൃഷ്ടിച്ചിട്ടുണ്ട്. സത്യത്തിൽ ജർമ്മനി ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രശ്നത്തിന്റെ കാരണങ്ങൾ മറ്റു പലതാണെങ്കിലും ഇപ്പോൾ ഉണ്ടായ ഒരു പ്രധാന മാറ്റം എന്ന നിലയ്ക്ക് അത് ഈ കുടിയേറി വരുന്നവരുടെ തലയിലിടുന്നത് എളുപ്പമാണ്. പിന്നെ തദ്ദേശീയ ജനങ്ങൾ സാമ്പത്തിക പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നതിനിടയ്ക്കും അഭയാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ തീവ്ര വലതുപക്ഷം ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള കുടിയേറ്റം നിർത്തുമെന്ന് പറയുന്നതിലൂടെ ജനങ്ങളുടെ കൾച്ചറൽ ആങ്സൈറ്റിക്ക് ഒരു പരിഹാരം നൽകുകയാണ്. തീവ്ര വലതുപക്ഷ നേതാക്കൾ സക്സസ്ഫുള്ളി ഉപയോഗിക്കുന്ന മറ്റൊരു ടൂൾ അൾട്രാ നാഷണലിസമാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യത്തിലൂടെ ട്രംപും അതിന്റെ തന്നെ മറ്റു പല വേർഷൻസിലൂടെ മോഡിയും പുടിനും എർദോഗാനും ഒക്കെ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളെ യൂണിഫൈ ചെയ്യുന്ന ഒരു കോമൺ തീം ഉണ്ടാക്കുകയാണ്. എന്നാൽ തീവ്ര വലതുപക്ഷത്തൊഴികെയുള്ളവർക്ക് മറ്റുള്ളവരോട് വെറുപ്പുളവാക്കുന്ന ഈ ഒരു ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം എല്ലാവർക്കും ഈ ലോകത്ത് തുല്യരായി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന അവരുടെ കോൺസെപ്റ്റിനെതിരാണ് ഈ അൾട്രാ നാഷണലിസം. ഇനി തീവ്ര വലതുപക്ഷത്തിന്റെ ഉയർച്ചയുടെ അവസാന കാരണമായി എനിക്ക് തോന്നിയത് സിമ്പിളായ ഒന്നാണ്. അത് ജീവിതത്തിലെ മറ്റ് സംഭവങ്ങളിൽ എന്ന പോലെ രാഷ്ട്രീയത്തിലെയും സൈക്ലിക്കൽ നേച്ചറാണ്. ഭൂരിപക്ഷം രാഷ്ട്രീയത്തിലെ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാകുന്നില്ല, അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ തനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്ന് മനസ്സിലാക്കി അതിനെതിരെ നിൽക്കുന്ന ഐഡിയോളജിയെ മുന്നോട്ട് വെക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു. ആ മാറ്റം കൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിലൊക്കെ ഗുണമുണ്ടാകുമെങ്കിലും മനുഷ്യരുടെ പ്രശ്നങ്ങൾ സങ്കീർണമായതുകൊണ്ടും പുതിയ പുതിയ ചാലഞ്ചസ് വരുന്നതുകൊണ്ടും ഒരു രാഷ്ട്രീയത്തിനും മനുഷ്യരുടെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയി സോൾവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മനുഷ്യർ വീണ്ടും ആ പഴയ ഐഡിയോളജിയെ അല്ലെങ്കിൽ മറ്റൊരു പുതിയ ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യും. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി വരുന്നതിലൂടെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ചില കേസുകളിൽ അതിന് കുറച്ചധികം സമയം എടുക്കുമായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ തീവ്ര വലതുപക്ഷം ഉയർന്നു വരുന്നതിന്റെ കാരണങ്ങളായി എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ട്രെയിനിങ്ങിൽ താല്പര്യമുള്ളവർ അതിൽ പങ്കെടുത്തു നോക്കൂ. അതിൽ പഠിപ്പിക്കുന്ന AI ടൂൾസ് ആൻഡ് ChatGPT ഹാക്സ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഞങ്ങളുടെ വ്യൂവേഴ്സിൽ ആദ്യത്തെ 1500 പേർക്ക് ട്രെയിനിങ് ഫ്രീ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.